രൂക്ഷം. കണ്ടോ, ഞാൻ വന്നേറെ ഐശ്വര്യം ഉണ്ടല്ലേ. വന്നപ്പോഴേതാ ഒരു കുറുവ. ഈ കുറുവാ സംഘം എന്ന് പറയുന്നത് നിങ്ങളാ. നമ്മൾ കുറുവ പിടിക്കുന്നവരെ കുറുവാ സംഘം. ആ കൊള്ളാം. സുഹൃത്തുക്കളെ, ഞാനിപ്പോൾ നിൽക്കുന്നത് ചോഴിയക്കോട് മിൽപ്പാലം എന്ന് പറയുന്ന മനോഹരമായ ഒരു സ്ഥലമാണ്. എത്ര കണ്ടാലും മതി വരാത്ത മനോഹരമായൊരു സ്ഥലം. എൻ്റെ പുറകെ കിടക്കുന്നത് കണ്ട ഒരു മരമാണ്. ഒരു മരം കടപുഴകി കിടക്കുക. എന്തോ മരമാണെന്ന് നോക്ക്. പിള്ളേരൊക്കെ ഇതിൽ വന്നാണ് റീലൊക്കെ എടുക്കുന്നത്. ഒരാളിവിടെ ചൂണ്ടയിടുക. ഇത് കാണുന്നൊരു സന്തോഷമില്ലയോ? നമ്മൾ ഇതൊക്കെ ചെയ്യും. എങ്ങനെയുണ്ടോ? വല്ലതും കിട്ടിയോ? ഇപ്പൊ ഇറങ്ങിയതേ ഉള്ളോ? ആണോ? എന്തോ വെള്ളമാണ് നമുക്ക് തെളിഞ്ഞ്. ഇതാണ് ചോഴിയക്കോട് മിൽപ്പാലം. ഇത് അദ്ദേഹത്തിൻ്റെ കൂടെ കൂട്ടിന് വന്ന ആളാണ് അല്ലേ? സത്യം പറഞ്ഞാൽ ഇത്രയും നല്ല മനോഹര സ്ഥലങ്ങളെ നമ്മുടെ നാട്ടിലുണ്ടായിട്ട് നമ്മുടെ കൊല്ലം ജില്ലയിൽ, ഇത് തിരുവനന്തപുരം ജില്ലയാണോ? കൊല്ലം ജില്ല തന്നെ. ഈ കൊല്ലം ജില്ലയിലുണ്ടായിട്ട് അദ്ദേഹം പിടിച്ചിട്ട മീൻ കണ്ടോ? ഇത് വീഡിയോയിൽ കാണുമ്പോഴാണ് നിങ്ങൾക്ക് ചെറുതായിട്ട് തോന്നുന്നത്, പക്ഷേ ഇത് വല്ല സൂപ്പർ മീനാ. ഇതിന്റെ പേരെന്തുവാ? കറ്റി. ഈ കറ്റി എവിടെ, വേറെ എവിടെ ഉണ്ട്? ഓ, നമ്മുടെ അമ്പലത്തിനവിടെ കിടക്കുന്ന മീനിന്റെ ഇതാ അല്ലയോ? ചെറുത്. അതങ്ങ് താഴെയാ. ഇവിടെ ഒന്നും കുഴപ്പമില്ല മീൻ പിടിക്കുന്നതിനല്ല. ഇത് ഒരുപാട് ദൂരെയാ. എന്തായാലും കൊള്ളാം. എന്താ സൗന്ദര്യമുള്ളൊരു മീൻ. ഇദ്ദേഹമാണ് പിടിച്ചത്. ഇതൊക്കെ കണ്ടോ സുഹൃത്തുക്കളെ? ഇവിടുത്തെ ആ വെള്ളം വന്ന് വീണ് ഉണ്ടാവുന്ന ഹോളുകളും നോക്കിയാണ് അതിൻ്റെ ഇതൊക്കെ മണലൊക്കെ നോക്കി. എന്താ തെളി. സത്യം പറഞ്ഞാൽ ഇത്രയും നല്ല മനോഹര സ്ഥലങ്ങളും കളഞ്ഞിട്ടാണ് നമ്മുടെ അവിടുത്തെ പോയി ദൂരെയൊക്കെ പോയി ഓരോ പാർക്കിലും ഓരോ സ്ഥലങ്ങളിലും പോയി പന്ന വെള്ളത്തിലൊക്കെ കുളിക്കുന്നതും. ഇത്രയും നല്ല വളരെ മനോഹരമായ മിൽപ്പാലം എന്ന സ്ഥലമാണ്. ഇത് ബ്രിട്ടീഷുകാർ നിർമ്മിച്ച പാലമാണ്. ബ്രിട്ടീഷുകാർ നിർമ്മിച്ച് പണി അവസാനിപ്പിച്ചു പോയതാണ്. എന്താ ഭംഗി. അടുത്ത ഇതാണ്ടേ, ഇതാ വരുന്ന അടുത്തേ ആശാൻ ഇതാണ്ടേ. ആഹാ, അവിടെ ചാടി. ആറ്റുവഞ്ചി പൂക്കളും കാറ്റിലാടിയുലഞ്ഞു, ആലിമാലി മണൽ തട്ടും ആതിര കുളിരണിഞ്ഞു.